നമസ്കാരം. അക്കൗണ്ടൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ചാപ്റ്റർ 2 ബന്ധപ്പെട്ടതായിരുന്നു. ഈ ക്ലാസ് അതിൻ്റെ തുടർച്ചയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആർട്ടിക്കിൾ 8 അക്കൗണ്ട് പരിപാലനവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികളാണ് ഈ ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ അക്കൗണ്ട് സൂക്ഷിക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാണ്. 2. അക്കൗണ്ടുകളിൽ ക്രമക്കേടുകളോ വ്യാജീകരണമോ നടക്കുന്നില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. 3. ഡ്യൂട്ടി നിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് വ്യക്തിപരമായി ഉത്തരവാദിയാകുന്നതാണ്. 4. വഞ്ചന മൂലമോ തെറ്റിദ്ധാരണ മൂലമോ ഉണ്ടാകുന്ന കുഴപ്പങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. ആർട്ടിക്കിൾ 9 അക്കൗണ്ട് പരിപാലനവുമായി ബന്ധപ്പെട്ട് കൺട്രോളിംഗ് ഓഫീസർമാരുടെ ചുമതലകളാണ് ഇതിൽ പരാമർശിക്കുന്നത്. 1. സബോർഡിനേറ്റ് ഓഫീസർമാർ ട്രഷറിയിൽ അടച്ച തുകയുടെ അക്കൗണ്ടും റിട്ടേണും വാങ്ങി സൂക്ഷിക്കുകയും ഹെഡ് ഓഫ് അക്കൗണ്ട് അനുസരിച്ച് ഓരോ മാസത്തെയും സംഖ്യകൾ കൺസോളിഡേറ്റ് ചെയ്യേണ്ടതുമാണ്. 2. രജിസ്റ്ററിൽ സമാഹരിച്ച തുക അക്കൗണ്ടൻറ്റ് ജനറലിൽ നിന്നും ലഭിച്ച അക്കൗണ്ടുമായി ഒത്തുനോക്കി വ്യത്യാസമുണ്ടെങ്കിൽ ട്രഷറി ഓഫീസറെയും ആവശ്യമെങ്കിൽ AGയെയും അറിയിക്കണം. 3. എല്ലാ വർഷവും സെപ്റ്റംബർ 30-നും മാർച്ച് 31-നും കൺട്രോളിംഗ് ഓഫീസർ റീകൺസീലിയേഷൻ സർട്ടിഫിക്കറ്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകേണ്ടതാണ്. ആർട്ടിക്കിൾ 10 ഈ ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നത് ഇൻസ്പെക്ടിംഗ് ഓഫീസറുടെ രജിസ്റ്റർ പരിശോധനയുമായി ബന്ധപ്പെട്ട ചുമതലകളാണ്. 1. ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ രജിസ്റ്ററും റെസിപ്റ്റിൻ്റെ കൗണ്ടർ ഫോയിലും ഒത്തുനോക്കി പരിശോധിക്കേണ്ടതാണ്. 2. കളക്ഷൻ രജിസ്റ്ററിലെ ആകെത്തുകയും ട്രഷറിയിൽ റെമിറ്റ് ചെയ്ത തുകയും ഒത്തുനോക്കി യോജിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 3. ലാസ്റ്റ് ഇൻസ്പെക്ഷൻ മുതൽ ഒത്തുനോക്കൽ നടത്തണം. വർഷത്തിലൊരിക്കൽ അക്കൗണ്ട് പരിശോധിക്കുകയും വേണം. ആർട്ടിക്കിൾ 12 ഗവൺമെൻറ് കെട്ടിടങ്ങളുടെ റെൻറ്റുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ റൂളുകളാണ് ഈ ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നത്. സർക്കാർ കെട്ടിടങ്ങളെ 2 വിഭാഗങ്ങളായി തിരിക്കാം. 1. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലുള്ളത്. 2. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അധീനതയിലുള്ളത്. ഒന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന കെട്ടിടങ്ങൾ പ്രധാനമായും റെസിഡൻറ്റ് റെസ്റ്റുകളാണ്. അവയുടെ റെൻ്റ് റിക്കവറി നടത്തേണ്ടത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന കെട്ടിടങ്ങളുടെ ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെൻ്റൽ ഓഫീസർക്കാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.